നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് നടപടി. MC റോഡിൽ മീൻകുന്നം വളവിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി കുഴികൾ മൂടി. ചെറുതും വലുതുമായ 7ഓളം കുഴികളാണ് മൂടിയത്. റോഡിലെ മൺകൂനയിൽ കിടന്ന് പ്രതിഷേധ സമരം. അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. പൊതുപ്രവർത്തകനുമായ MJ ഷാജി റോഡിൽ കിടന്നാണ് പ്രതിഷേധിച്ചത്. അപകടമായ രീതിയിൽ നിൽക്കുന്ന തണൽ മരങ്ങൾക്ക് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. EEC മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. മഞ്ഞൾപ്പൊടി ചാക്ക് കച്ചേരിത്താഴം പഴയ പാലത്തിൽ വീണു. പരിഭ്രാന്തി ഒഴിവാക്കി മൂവാറ്റുപുഴ ഫയർഫോഴ്സ്. റോഡ് പൂർണ്ണമായും വൃത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വാഹന രൂപമാറ്റം വരുത്തി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാക്കി മാറ്റിയതിൽ ക്രമക്കേട്. പ്രതികരണവുമായി നഗരസഭാ ചെയർപേഴ്സൺ രംഗത്ത്. വാർത്തകൾ വിശദമായി. MC റോഡിൽ മീൻകുന്നം വളവിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി കുഴി രൂപപ്പെട്ടെന്ന മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് നടപടി. റോഡിന്റെ നടുവിലായി ചെറുതും വലുതുമായ 7ഓളം കുഴികൾ രൂപപ്പെട്ടെന്ന വാർത്തയെ തുടർന്നാണ് കുഴികൾ അടച്ച ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ മീൻകുന്നം വളവിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി രൂപപ്പെട്ട കുഴികൾ മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് മൂടി. മീൻകുന്നം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം കുത്തനെയുള്ള വളവിലാണ് റോഡിന്റെ നടുവിലായി ചെറുതും വലുതുമായ 7ഓളം കുഴികൾ രൂപപ്പെട്ടിരുന്നത്. മഴ ശക്തമായതോടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ദൂരത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ കുഴികൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലാത്തത് അപകടത്തിന് ആക്കം കൂട്ടാൻ കാരണമാകുമെന്ന വാർത്തയെ തുടർന്നാണ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങളാണ് അപകടക്കെണിയിൽ കൂടുതൽ പെടുന്നത്. ഇതിന് അറുതി വരുത്തിയാണ് റോഡിലെ കുഴികൾ മൂടിയത്. വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴിയിൽ വീഴാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി മാറിയിരുന്നു. കുഴികൾ അടച്ചതോടെ വലിയ അപകടങ്ങളാണ് ഒഴിവായത്. PO ജംഗ്ഷനിലെ റോഡിന് നടുവിലുണ്ടായ മൺകൂനയിൽ കിടന്ന് പ്രതിഷേധ സമരം. അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പൊതുപ്രവർത്തകനായ MJ ഷാജിയാണ് റോഡിൽ കിടന്ന് പ്രതിഷേധ സമരം നടത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിൽ കിടന്നു പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളിയും പൊതുപ്രവർത്തകനുമായ MJ ഷാജി മൂവാറ്റുപുഴ PO ജംഗ്ഷനിലും കാവുമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപവും പൈപ്പ് പൊട്ടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി എടുത്ത കുഴികൾ ഗർത്തങ്ങളായി മാറി അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെയാണ് സമരം നടത്തിയത്. അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ഫ്ലെക്സ് ബോർഡും കയ്യിൽ പിടിച്ചാണ് PO ജംഗ്ഷനിലെ റോഡ് നടുവിൽ രൂപപ്പെട്ട മൺകൂനയിൽ കിടന്ന് പൊതുപ്രവർത്തകനുമായ വാഴപ്പിള്ളി മുണ്ടക്കൽ MJ ഷാജി സമരം ചെയ്തത്. താലൂക്ക് ആശുപത്രി അതുപോലെ പല സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ കിടന്നിട്ട് വാട്ടർ അതോറിറ്റിയുടെ കുഴി കുത്തിയിട്ടേക്കണെയാ. ഒന്നാം തരം റോഡായിരുന്നു, നല്ല സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. വാട്ടർ അതോറിറ്റി കുഴി കുത്തിയിട്ടിട്ട് തികച്ചും അനാസ്ഥ, പൊതുജനങ്ങളോടുള്ള അവഹേളനമാണിത്. ഇവിടെ ട്രാഫിക് ജാമാണ്, പിള്ളേർ നടന്നു പോകുന്ന സ്ഥലമാണ്. ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് രോഗികളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ്. എന്നിട്ട് ഇവിടെ ഈ മൺകൂന കൊണ്ടുവന്ന് റോഡിന്റെ നടുക്ക് കൊണ്ടുവന്നിട്ടിട്ട് റോഡ് അടച്ചിട്ടേക്കുവാണ്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് അടിയന്തരമായിട്ട് നന്നാക്കണം. ഈ നന്നാക്കാൻ ഇവിടെ അധികാരികൾ വരാതെ ഞാൻ ഈ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ശപഥം ചെയ്യുന്നു. അധികാരികൾ എനിക്ക് ഉറപ്പ് തരണം, ഈ റോഡ് നന്നാക്കി സഞ്ചാര യോഗ്യമാക്കുമെന്ന്. ഇത് ഞാനും വാഹനം ഓടിക്കുന്നതാണ്, അനവധി യാത്രക്കാർ ഇതിൽ കടന്നു പോകുന്നതാണ്. ഇത് റോഡ് ബ്ലോക്കാക്കി ഗതാഗത കുരുക്കാണ് ഇവിടെ മുഴുവൻ. നിരവധി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാം മനസ്സിലാവുന്ന ജനപ്രതിനിധികളുണ്ട്, അധികാരികളും കടന്നു പോകുന്ന സ്ഥലമാണിത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, തികച്ചും അനാസ്ഥ, അതുപോലെ റോഡ് ഡിവിഷന്റെ അനാസ്ഥ എന്ന് ഞാൻ പറയും. മൂവാറ്റുപുഴ ട്രാഫിക് SI KP സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അടിയന്തരമായ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കാൻ ഷാജി തയ്യാറായില്ല. തുടർന്ന് വാട്ടർ അതോറിറ്റിയിലെ PH സെക്ഷൻ AE വിജിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൺകൂന അടിയന്തരമായി നീക്കം ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന തണൽ മരങ്ങൾക്ക് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് മുന്നറിയിപ്പ്. EEC മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിലാണ് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന തണൽമരങ്ങൾക്കു താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന മുന്നറിയിപ്പുമായി ട്രാഫിക് പോലീസ്.
മഴയും കാറ്റും കനത്തതോടെ മറിഞ്ഞു വീഴാവുന്നതും ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുമുള്ള തണൽമരങ്ങൾക്കു താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. EEC മാർക്കറ്റ് റോഡ്, കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിൽ നിൽക്കുന്ന തണൽമരങ്ങൾ കാറ്റിൽ ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. മൂവാറ്റുപുഴ സ്റ്റേഡിയത്തോട് ചേർന്ന ഭാഗമായതിനാൽ രാപ്പകലില്ലാതെ നിരവധി വാഹനങ്ങളാണ് ഈ മരങ്ങൾക്ക് ചുവട്ടിൽ പാർക്ക് ചെയ്യുന്നത്. മരം വീണുണ്ടാകുന്ന ദുരന്തം ഒഴിവാക്കുന്നതിനാണ് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡിൽ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ദുരന്തം ഒഴിവാക്കാൻ മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മഞ്ഞൾപ്പൊടിയുമായി പോയ ലോറിയിൽ നിന്ന് മഞ്ഞൾപ്പൊടി ചാക്ക് കച്ചേരിത്താഴം പഴയ പാലത്തിൽ വീണത് പരിഭ്രാന്തി പരത്തി. കോലഞ്ചേരിയിൽ നിന്ന് മാറാടിയിലേക്ക് മഞ്ഞൾപ്പൊടിയുമായി പോയ ലോറിയിൽ നിന്നാണ് മഞ്ഞൾപ്പൊടി നിറച്ച ചാക്കുകൾ കച്ചേരിത്താഴം പഴയ പാലത്തിൽ പതിച്ചത്. കാറ്റിൽ മഞ്ഞൾപ്പൊടി വൻതോതിൽ പറന്നുയർന്നത് ഇരുചക്ര വാഹനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാലം കഴുകി അപകട സാധ്യത ഒഴിവാക്കി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജയൻ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ കിടന്ന മഞ്ഞൾപ്പൊടി പൂർണ്ണമായും കഴുകിക്കളഞ്ഞു. റോഡ് പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷമാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വാഹനം രൂപമാറ്റം വരുത്തി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാക്കി മാറ്റിയതിൽ ക്രമക്കേട്. മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ച് വികസന ഫണ്ടിൽ നിന്നും 2,50,000 രൂപ ചെലവഴിച്ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വാഹനം രൂപമാറ്റം വരുത്തി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാക്കിയ പദ്ധതിയിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായി ലക്ഷങ്ങൾ ചിലവഴിച്ച പദ്ധതിക്ക് എതിരെയാണ് ഓഡിറ്റ് വിഭാഗം അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. നഗരസഭയുടെ ടൗൺ ഹാൾ യാർഡിൽ കിടന്നിരുന്ന പഴയ പിക്കപ്പ് വാഹനം രൂപമാറ്റം വരുത്തി കുടുംബശ്രീ മൊബൈൽ വിപണന കേന്ദ്രമാക്കാനായിരുന്നു പദ്ധതി. ഇതിനായി വികസന ഫണ്ടിൽ നിന്നും 2,50,000 രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ പ്രൊജക്ട് നടത്തിപ്പിൽ ആദ്യാവസാനം ദുരൂഹതകളും ചട്ടലംഘനങ്ങളും നിറഞ്ഞതാണെന്ന് ഓഡിറ്റ് സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ചായയും ലഘുഭക്ഷണ സ്റ്റാളും മാത്രമാണ് നേരിട്ടുള്ള പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ ടയറുകൾ പഞ്ചറായ നിലയിൽ കിടക്കുന്ന ഈ വാഹനം പഴയ വാഹനം രൂപമാറ്റം വരുത്തി നിർമ്മിച്ചതാണോ എന്ന് പോലും വ്യക്തമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഉപയോഗശൂന്യമായ ഒരു വാഹനം രൂപമാറ്റം വരുത്തുമ്പോൾ യാതൊരുവിധ ഫിറ്റ്നസ് പരിശോധനയോ മൂല്യനിർണ്ണയമോ നടത്തിയിട്ടില്ല തുടങ്ങിയ ക്രമക്കേടുകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഇത് രൂപമാറ്റം വരുത്തിയ വണ്ടി ആർക്കാണ് കൈമാറിയതെന്നോ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾ നഗരസഭയുമായി ഔദ്യോഗികമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും രേഖകളും ഫയലുകളുമില്ല. ഗുരുതരമായ നിയമലംഘനത്തിന് മറുപടി നൽകാൻ നഗരസഭ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഓഡിറ്റ് വിഭാഗം ചിലവഴിച്ച 2 ലക്ഷം തുക തടഞ്ഞുവെക്കാനും വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വാഹനം രൂപമാറ്റം വരുത്തിയതിൽ ക്രമക്കേടുണ്ടെന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതികരണവുമായി നഗരസഭാ ചെയർപേഴ്സൺ. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് മുഴുവൻ കൗൺസിലർമാരും ഏകകണ്ഠേനയാണ് തീരുമാനം എടുത്തതെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വാഹനം രൂപമാറ്റം വരുത്തി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാക്കിയ പദ്ധതിയിൽ അഴിമതി നടന്നുവെന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതികരണവുമായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രംഗത്ത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏകകണ്ഠേനയാണ് വാഹനം പുനഃക്രമീകരിക്കുന്നതിന് തീരുമാനമായതെന്ന് ചെയർപേഴ്സൺ മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കൗൺസിലിനോട് അനുബന്ധിച്ചിട്ടൊരു കിയോസ്ക്, അതായത് ഒരു വണ്ടി രൂപമാറ്റം സംഭവിച്ച് അത് മാം കെയർ പദ്ധതിയിൽ കൊടുത്തതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആരോപണം വന്നു. 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ഒരു വണ്ടിയുടെ പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ ഒരു ഓഡിറ്റ് പരാമർശമുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ 29/9/2024 9-ാം തീയതി 9-ാം മാസം 2024 വർഷത്തെ കൗൺസിൽ തീരുമാനമായിരുന്നു. അന്ന് 15 വർഷത്തോളം ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ ഒരു വാഹനം 2008 രജിസ്റ്റർ ചെയ്തിരുന്ന KL 17 F4106 എന്ന് പറയുന്ന വാഹനം 15 വർഷത്തിന് ശേഷം അത് കണ്ടം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. തുടർന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഒരു തരത്തിലും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സാധ്യമായിരുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിഷയം കൗൺസിലിൻ്റെ പരിഗണനയിൽ വരികയും ഈ 9/9 നടന്ന കൗൺസിൽ, അത് BJPയും ഇടതുപക്ഷവും എല്ലാവരും ഇരിക്കുന്ന കൗൺസിലിൽ എല്ലാവരും ഒരേ ഐക്യത്തോടു കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത്
പുനഃക്രമീകരിച്ചുകൊണ്ട് അർബൻ പോവർട്ടി റിഡക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി വനിതാ വിപണന കേന്ദ്രമായിട്ട് മാം കെയർ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി വനിതകൾക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കണം എന്നുള്ളത് ആ കൗൺസിലിൻ്റെ തീരുമാനമായിരുന്നു. ആ കൗൺസിൽ തീരുമാനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മിനിറ്റ്സിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് 25/7/2025 നടന്ന കൗൺസിലിൽ ഇത് കുടുംബശ്രീയുടെ റിക്വസ്റ്റിന്മേൽ കുടുംബശ്രീ അന്നത്തെ CDS ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി നിഷ മനോജ് ഒരു റിക്വസ്റ്റ് വയ്ക്കുകയും ജില്ലാ മിഷൻ അതിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള കിയോസ്കുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഉള്ള രീതിയിൽ ജില്ലാ മിഷൻ്റെ ഒരു സർക്കുലർ ഇറങ്ങുകയും ഈ ഒരു അപേക്ഷ കിട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അന്നത്തെ കൗൺസിൽ ഇത് കുടുംബശ്രീക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വനിതാ വിപണന കേന്ദ്രം മാം കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടെ വനിതകൾക്ക് ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ ഈ പദ്ധതി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു അഴിമതി നടന്നതായിട്ടോ ക്രമക്കേട് നടന്നതായിട്ടോ ഈ ഒരു കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. കാരണം കൃത്യമായി തന്നെ കൗൺസിലിൻ്റെ മിനിറ്റ്സുകളും തീരുമാനങ്ങളും കുടുംബശ്രീയുടെ റിക്വസ്റ്റും ജില്ലാ മിഷൻ്റെ സർക്കുലറും എല്ലാം തന്നെ അത് ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഏകകണ്ഠേന എടുത്ത ഒരു തീരുമാനം കൂടിയാണ് ഈ വണ്ടി ഇത്തരത്തിൽ പുനഃക്രമീകരണം നടത്തി കുടുംബശ്രീക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനവുമാണ്. ഇതിൽ അഴിമതി നടന്നതായിട്ടോ ക്രമക്കേട് നടന്നതായിട്ടോ ബോധ്യപ്പെടുന്നില്ലെന്നും കൃത്യമായ രേഖകൾ ഉണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മാറാടിയിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആയുഷ് ഗ്രാം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. മാറാടി വില്ലേജ് വനിതാ സഹകരണ സംഘത്തിന്റെയും മാറാടി ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഗ്രാം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ പറഞ്ഞു, പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കീറിമുറിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം പോലും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യത്തിലാണ്. എല്ലാവിധ ആരോഗ്യ രംഗത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി മുന്നോട്ട് പോകുക. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നയം നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ എല്ലാം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എല്ലാവർക്കും സൗജന്യമായി 25 ലക്ഷം രൂപ വരെ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്താനുള്ള പദ്ധതി ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ബഡ്ജറ്റിൽ 19-ാം തീയതി പറയുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്കിനി ഏത് അലോപ്പതി ഹോസ്പിറ്റലിലും എന്ത് ചികിത്സയ്ക്കും 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ചികിത്സിക്കാൻ അതൊരു പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനായിട്ട് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള കാര്യമാണ്. അത് നടപ്പാക്കാനായിട്ട് ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ചിന്നമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയ്സ് ജോൺ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, ആയുർവേദ ഡോക്ടർ ദീപ്തി, ബാങ്ക് സെക്രട്ടറി രമ്യ വിജു, ബാങ്ക് വൈസ് പ്രസിഡന്റ് മിനി സാബു എന്നിവർ പ്രസംഗിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആയുഷ് ഗ്രാം പ്രോജക്ട് ഡോക്ടർ ജിൻഷ ക്ലാസ് എടുത്തു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കോമണായിട്ട് പരിസര ശുചീകരണം, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശേഷി കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. സ്നേഹഭവനിലെ അമ്മമാരെയും ക്യാമ്പിൽ പരിശോധന നടത്തുകയും മരുന്ന് വിതരണം ചെയ്യുകയും ചെയ്തു. പായിപ്ര പഞ്ചായത്ത് 14-ാം വാർഡിൽ പഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയ ഫൗസിയയ്ക്കും പിതാവ് PS ഹുസൈനും ആദരവ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും M.Ed പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഫൗസിയ PHനും A+ നേടിയ പിതാവ് PS ഹുസൈനും വാർഡിന്റെ സ്നേഹാദരവും പ്രശസ്തി പത്രവും വാർഡ് മെമ്പർ റംല കബീർ കൈമാറി. ADS മെമ്പർ സഫാന അബിൻ, സിജി ജോൺ, സബീസ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. MCS ഹോസ്പിറ്റൽ, we take care of your health. സോഡ ക്യാപ്പുകളിൽ വിരിഞ്ഞ ഫുട്ബോൾ വിസ്മയം. നിർമ്മല കോളേജിൽ വേസ്റ്റ് ടു വണ്ടർ സന്ദേശവുമായി ഇൻസ്റ്റലേഷൻ. നിർമ്മല കോളേജിൽ ഒരുക്കിയ വേറിട്ട ലോകകപ്പ് ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമാകുന്നു.
ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരുക്കിയ വേറിട്ട ലോകകപ്പ് ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമാകുന്നു. കളിമിടുക്കിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയൊരു സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ് ഈ ക്യാമ്പസ്. വേസ്റ്റ് ടു വണ്ടർ എന്ന ആശയം മുൻനിർത്തി ഉപയോഗശൂന്യമായ തള്ളിക്കളയുന്ന സോഡാ കുപ്പിയുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ലോക ഫുട്ബോളിലെ വിസ്മയങ്ങളായ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ കൂറ്റൻ മുഖചിത്രങ്ങൾ കോളേജിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. 1000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഭീമൻ മോസക് ചിത്രത്തിന് പിന്നിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജയ് വി ജോണിന്റെ മനോഹരമായ ആശയമുണ്ട്. 3 വർഷം മുൻപും മെസ്സിയുടെ ഒരു കൂറ്റൻ ചിത്രം ഇതുപോലെ ഒരുക്കി അജയ് ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അത് ചാർട്ട് പേപ്പർ കൊണ്ടാണ് ചെയ്തത്. മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരുടെ അവസാന ലോകകപ്പ് എന്ന നിലയിൽ അവർക്കൊരു ആദരമായി ഇത്തവണ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന ആഗ്രഹമാണ് അജയിനെ ഈ പുതിയ ആശയത്തിലേക്ക് എത്തിച്ചത്. വളരെ കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹൃദപരമായ സന്ദേശം കൂടി പങ്കുവയ്ക്കുന്ന ഈ കലാസൃഷ്ടിക്കായി വിവിധ സോഡാ ഹൗസുകൾ, നിർമ്മാണ യൂണിറ്റുകൾ, കടകൾ, ബാറുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമായി നീണ്ട 2 മാസക്കാലം കൊണ്ടാണ് 1,06,000-ഓളം സോഡാ ക്യാപ്പുകൾ ഇവർ ശേഖരിച്ചത്. തുടർന്ന് അജയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലെ അധ്യാപകരും 250ഓളം വരുന്ന വിദ്യാർത്ഥികളും കൈകോർക്കുകയായിരുന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന കഠിനാധ്വാനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ച 10,000-കണക്കിന് സോഡാ കുപ്പി അടപ്പുകൾ കൃത്യമായി ക്രമീകരിച്ചത്. ശേഖരിച്ച ഓരോ ക്യാപ്പുകളും പ്രത്യേക ബോർഡുകളിലായി ഒട്ടിച്ച് അതിൽ പെയിന്റ് അടിച്ചാണ് താരങ്ങളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പുനർജനിച്ചത്. ഇതിൽ അവസാന ഘട്ടത്തിലെ ബോർഡുകൾ ഒട്ടിച്ച് ചിത്രം പൂർത്തിയാക്കുന്ന ജോലി വെറും 7 ദിവസത്തെ റെക്കോർഡ് സമയം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത്. കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഇൻസ്റ്റലേഷന്റെ ഔദ്യോഗിക അനാവരണം നിർവഹിച്ചു. വേസ്റ്റ് വണ്ടർ എന്ന മുദ്രാവാക്യവുമായിട്ട് നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ള ഫുട്ബോൾ കൊണ്ടാണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾ വേസ്റ്റ് എല്ലാം കൂടി അത്ഭുതങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ്. ഫിഫ ലോകകപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നമ്മൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ എങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിതെന്നും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു. നമുക്കറിയാം, ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ലോകം ഒരു ഫുട്ബോളിലേക്ക് ഉറ്റുനോക്കുന്ന ഈ സന്ദർഭത്തിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന വലിയ ആശയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കഠിനാധ്വാനമാണ് വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചതെന്നും പൂർവ്വ വിദ്യാർത്ഥിയായ അജയ് വി ജോൺ പറഞ്ഞു. ഈ ഒരു വേൾഡ് കപ്പ് നമ്മുടെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയൊക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് എല്ലാവർക്കും ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടൊരു വലിയൊരു വർക്ക് ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്. ഇതും ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു വർക്കാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കളയുന്ന സോഡാ ക്യാപ്പുകൾ നമ്മൾ കളക്ട് ചെയ്തു. ഏകദേശം 1,06,000 ക്യാപ്പുകളാണ് നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്യാപ്പുകൾ നമ്മൾ ഓരോ ബോർഡുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ച് പെയിന്റ് അടിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പാളുമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഈ അത്ഭുത കാഴ്ച കാണാൻ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നും മറ്റുമായി നിരവധി കുട്ടികളും നാട്ടുകാരുമാണ് കോളേജിലേക്ക് എത്തുന്നത്. ലോകകപ്പ് കാലയളവിലുടനീളം കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി ഈ ഇൻസ്റ്റലേഷൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രദർശിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ നമുക്ക് ഏവർക്കും കൈകോർക്കാം എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് നിർമ്മല കോളേജ് ഈ ലോകകപ്പ് വേളയിൽ നാടിന് സമർപ്പിക്കുന്നത്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.